എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പാകം ചെയ്യാൻ പോകുന്നത് പുട്ടാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഞാൻ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് എന്നാൽ കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ അരിപ്പൊടി എടുക്കുക. അതിലേക്ക് അല്പം ഉപ്പ് ഇടുക. അതിനുശേഷം നമ്മൾ തിളയ്ക്കാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നല്ലവണ്ണം തിളച്ച വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് കൊണ്ട് എടുത്തിട്ട് പൊടിയിലേക്ക് അല്പാൽപ്പം ഒഴിച്ച് കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചു. കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. കുറച്ചുകൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണ് ഉപയോഗിച്ച് നല്ലവണ്ണം അരിപ്പൊടിയും വെള്ളവും നല്ലോണം മിക്സാക്കി കൊടുക്കുക. നല്ലോണം സ്പൂൺ ഉപയോഗിച്ച് ഉപ്പും പൊടിയും അതുപോലെ വെള്ളവും നല്ലോണം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധം ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. പുട്ടിൻ്റെ ഒരു പരിവം ആകുന്നത് വരെ നമ്മൾ ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കേണ്ടതാണ്. കുറച്ചുകൂടി വെള്ളം വേണം. അതിനാൽ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് നമ്മൾ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയും നല്ലവണ്ണം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ലവണ്ണം നല്ല സോഫ്റ്റ് പുട്ടായിട്ട് വരിക. അതിനാൽ നല്ലവണ്ണം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്കുള്ള തേങ്ങ ചിരകാം. അപ്പോൾ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. ഒരു മുറി തേങ്ങയാണ് ഞാൻ ചിരകുന്നത്. ചെറിയ തേങ്ങാമുറിയാണ്. അതിനാൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചിരകിയെടുക്കാം. അപ്പോൾ നമുക്ക് കഴുകി വെച്ച പുട്ടുതൂക്കെടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം പുട്ടുതൂക്ക് ഗ്യാസിൽ വെച്ച് ഗ്യാസ് ഓണാക്കാം. ഇനി നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ചിരകി വെച്ച തേങ്ങ എടുക്കാം. എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് കുഴച്ച് വെച്ച അരിപ്പൊടി ഒന്നുകൂടി ചൂടാറിയിട്ടുണ്ടാവും. കൈ കൊണ്ട് നല്ലവണ്ണം മിക്സായി കൊടുക്കുക. അപ്പം നമ്മുടെ പുട്ടൊന്ന് നല്ല സോഫ്റ്റായി വരും. അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി കൈ കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം പുട്ടുകുറ്റി എടുത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് അരിപ്പൊടിയും ഇട്ട് കൊടുക്കുക. നമ്മൾ കുഴച്ച് വെച്ച അരിപ്പൊടി അതിലേക്ക് വാരിയിട്ട് കൊടുത്ത ശേഷം പിന്നെയും തേങ്ങ ഇടുക. നമ്മുടെ ആവശ്യാനുസരണം തേങ്ങ ഇടാവുന്നതാണ്. പിന്നെ നമ്മൾ കുഴച്ച് വെച്ച അരിപ്പൊടി ഇടുക, തേങ്ങ ഇട്ട് കൊടുക്കുക. മൂന്നടുക്ക് ആണ് ഞാൻ ഈ പുട്ടുംകുറ്റിയിൽ നിറച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെയും തേങ്ങ വെച്ച് കൊടുത്തിട്ട് അപ്പോഴേക്കും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. പുട്ടുതൂക്കിലുള്ള മേലെ പുട്ടുകുറ്റി വെച്ച് കൊടുക്കുക. ഞാൻ ചിരട്ട ഉപയോഗിച്ചിട്ടാണ് മറ്റേ ആവി വരാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാറ്. അപ്പം ചിരട്ട കൊണ്ട് മൂടി
അല്പം കഴിഞ്ഞപ്പോൾ നമ്മുടെ പുട്ടിന് നല്ലവണ്ണം ആവി വരുന്നുണ്ട്. അപ്പം നമുക്ക് പുട്ട് പാകമായെന്നാണ് തോന്നുന്നത്. ഇനി ഞാൻ തുണി ഉപയോഗിച്ചാണ് പുട്ട് തൂക്ക് എടുക്കുന്നത്. പുട്ട് തൂക്കിൻ്റെ പിടി കേടായിപ്പോയി. അപ്പോൾ തുണി ഉപയോഗിച്ചാണ് ഞാൻ കുത്താറുള്ളത്. പിന്നെ കടയിൽ നിന്ന് വാങ്ങിയ ലൂസ് അരിപ്പൊടി ആയതുകൊണ്ട് നമ്മൾ ചുട്ട് എടുത്ത ശേഷം അപ്പം തന്നെ അത് കുത്തി മാറ്റാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞ ശേഷം പുട്ട് തൂക്കിൽ നിന്ന് പുട്ടും കുറ്റിയിൽ നിന്ന് അത് കുത്തി എടുക്കാവുന്നതാണ് ഒരു പാത്രത്തിലേക്ക്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല പുട്ട് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പുട്ട് ഉടഞ്ഞ് പോകും. അതിനാലാണ് നമ്മൾ പുട്ട് എടുത്ത അപ്പം തന്നെ കുത്തി അടർത്തി മാറ്റരുതെന്ന് പറയുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.